നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന കാര്യം ഒരു വിശേഷപ്പെട്ട യോഗത്തെക്കുറിച്ചാണ്. അതായത് ഏപ്രിൽ 27 രാത്രി 9 മണി കഴിഞ്ഞ് 8 മിനിറ്റോടുകൂടി ശുക്രഭഗവാൻ കാർത്തിക നക്ഷത്രം വിട്ട് രോഹിണി നക്ഷത്രത്തിലേക്ക് എഴുന്നള്ളുകയാണ്. അറിയാമല്ലോ, രോഹിണി എന്നാൽ വളർച്ചയുടെ, ഉയർച്ചയുടെ ശുഭത്വമായ ഒരു നക്ഷത്രമാണ്. അതുപോലെ തന്നെ ഭഗവാൻ ചന്ദ്രന് ഏറ്റവും പ്രിയപ്പെട്ട നക്ഷത്രം കൂടിയാണ് രോഹിണി. അങ്ങനെ ശുക്രനും ഇടവം രാശിയും ചേർന്നാലും ഇരട്ടി ഭാഗ്യവും പുണ്യവും ഫലവുമായിരിക്കും ലഭിക്കുന്നത്. ഈ ഒരു യോഗം മെയ് 8 വരെ നിലനിൽക്കുന്നതാണ്. എല്ലായ്പ്പോഴത്തെയും പോലെ തന്നെ 12 രാശികളിൽ വരുന്ന 3 രാശിക്കാർക്കായിരിക്കും ഈ ഫലങ്ങൾ കൂടുതലായിട്ട് വന്നു ചേരുന്നത്. അപ്പോൾ ഈ ഒരു ഫലം വരും എന്നത് സത്യം തന്നെ. എങ്കിലും ഈ ഫലത്തെ പൂർണ്ണമായി നമ്മളിലേക്ക് എത്തിക്കാൻ നമ്മളാൽ ചില കാര്യങ്ങൾ ചെയ്യണം. ചെയ്യാൻ പാടില്ലാത്തതായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ, ഈ ഒരു അധ്യായം നിങ്ങൾ കൃത്യമായി ഒന്ന് കേട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഒരു കാര്യം ആദ്യം തന്നെ പറയാം. ശുക്രൻ എന്നാൽ, അതായത് ശുക്രഗ്രഹം എന്നാൽ കളത്രകാരകനാണ്. അതായത് കളത്രം, ധനം, കല, അതേപോലെ തന്നെ ഒരു വ്യക്തിയിൽ ജ്വലിച്ചു നിൽക്കുന്നതായ സൗന്ദര്യം, അതായത് മറ്റുള്ള ആളുകളോട് തോന്നുന്നതായ പ്രണയം, വിവാഹം, വാഹനം, ആഡംബരം, മൊത്തത്തിൽ പറഞ്ഞാൽ ആഡംബരം, ആഭരണം, ഇതിനെല്ലാം കാരകത്വം വഹിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശുക്രന്റെ അനുഗ്രഹം എന്നാൽ നമ്മൾ ഒറ്റ വാക്കിൽ പറയാറില്ല, ശുക്രൻ അടിച്ചടാ നിനക്കെന്ന്. അപ്പോൾ എല്ലാവിധ ആഡംബരത്തോടു കൂടി കഴിയുവാനുള്ള ഭാഗ്യം തരുന്ന ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അത് ഭഗവാൻ ശുക്രൻ തന്നെയാണ്. അപ്പോൾ ശുക്രൻ രോഹിണി നക്ഷത്രമായ ബ്രഹ്മാവ് ഭരിക്കുന്ന നക്ഷത്രമാണ് രോഹിണി. രോഹണം എന്നാൽ മുളയ്ക്കുകയെന്നും, അല്ലെങ്കിൽ പുഷ്ടിപ്പെടുക, അല്ലെങ്കിൽ വലുതാവുക, ജ്വലിക്കുക, അങ്ങനെയുള്ള അർത്ഥങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ചന്ദ്രന്റെ ശക്തി കൂടിയ നക്ഷത്രമാണ് രോഹിണി. അങ്ങനെ ഇടവം രാശിയിൽ ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുമ്പോൾ രാജാവ് സ്വന്തം കൊട്ടാരത്തിൽ ഇരിക്കുന്ന പോലെ ഒരു അവസ്ഥയാണ്. അവിടേക്ക് രോഹിണി നക്ഷത്രം കൂടി വന്നാലോ, രാജാവ് സ്വന്തം കൊട്ടാരത്തിലെ സിംഹാസനത്തിൽ ഇരുന്ന് പട്ടാഭിഷേകം നടത്തുന്ന പോലെയുള്ള പവർ, അത്രത്തോളം ജ്വലിച്ചു നിൽക്കുന്നതായ ശക്തിയായിരിക്കും ഈ ഒരു സമയത്തും. അപ്പോൾ ഇനി ഈ ശുക്രന്റെ ദൃഷ്ടിയും ഈ സ്ഥിതിയും കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നോക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഇവിടെ 3 രാശിക്കാർക്ക് രാജയോഗ സൗഭാഗ്യങ്ങളാണ് വന്നു ചേരുന്നത് എന്ന് കാണാൻ സാധിച്ചത്. ആ 3 രാശിയിൽ വരുന്ന 9 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ രാശി തന്നെ ഇടവം രാശിയാണ്. അപ്പോൾ ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക, രോഹിണി, മകയിരം എന്നീ നക്ഷത്രങ്ങളാണ്. നിങ്ങളുടെ ജന്മരാശി, അതായത് ഇടവം രാശിക്കാരുടെ ജന്മരാശിയിൽ തന്നെയാണ് ശുക്രൻ രോഹിണിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ലഗ്നത്തിൽ ശുക്രൻ ബലവാനായിട്ട് തന്നെ നിൽക്കുന്നത് മാളവ്യ രാജയോഗം എന്ന മഹായോഗത്തെ ആയിരിക്കും പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ കൊട്ടാരത്തിലെ രാജസദസ്സിൽ ഇരിക്കുന്നത് പോലെയുള്ളതായ ഒരു മാറ്റം, അത്രയും പകട്ടോടുകൂടി, അത്രയും ഒരു എല്ലാവിധ ആഡംബരത്തോടു കൂടിയുള്ള ഒരു ജീവിത സൗഭാഗ്യം. ഈ ഒരു സമയത്ത് മാറ്റങ്ങൾ എന്തൊക്കെ ഒരു വ്യക്തിയിൽ വരുമെന്ന്, അതായത് 27 മുതൽ മെയ് 8 വരെയുള്ള ആ ഒരു പരിധി, ആ ഒരു കാലയളവിലെ കാര്യമാണ് പറയുന്നത്. ഇടവം രാശിക്കാർക്ക് മുഖത്തിന് വല്ലാത്തൊരു തേജസ് ഉള്ളതുപോലെ തോന്നുകയും ആളുകൾ അതുവഴി നിങ്ങളിലേക്ക് ആകൃഷ്ടരാകുകയും ചെയ്യും. ഇയാൾക്ക് എന്തോ ഒരു പ്രകാശം ഉള്ളതുപോലെ, ഇയാളുടെ സംസാരം, മുഖ ശോഭ വർദ്ധിക്കുന്നത് പോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെയും അത് നിഴലിക്കുകയും ചെയ്യുന്നതാണ്. ഇനി അവിവാഹിതരായ ആളുകളാണെങ്കിൽ അനുകൂലമായ വിവാഹ ആലോചനകൾ വരും. അതേപോലെ പ്രണയിക്കുന്നവർ, ഇതുവരെ പ്രണയം തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും 27 മെയ് 8 ഇടയിലുള്ള സമയം പ്രണയമൊക്കെ തുറന്നു പറയാനായിട്ട് പറ്റിയ സമയമാണ്. പഴയ പിണക്കങ്ങൾ മാറി പങ്കാളിയുമായിട്ട് വരെ അടുക്കാനുള്ള ഒരു ഭാഗ്യവും ഈ സമയത്ത് ഉണ്ടാകും. അതേപോലെ വസ്ത്രം, ആഭരണം, സുഗന്ധദ്രവ്യം, കല, ഭക്ഷണം, ഈ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കും അപ്രതീക്ഷിതമായ ലാഭങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ഇത് പുതിയൊരു വാഹനം, അല്ലെങ്കിൽ വീട്, അലങ്കാരം, അതായത് അറിയാമല്ലോ ശുക്രൻ എന്ന് പറഞ്ഞ ആഡംബരത്തിന്റെ കാരകനാണ്. അപ്പോൾ അലങ്കാരം പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനും, അലങ്കാരം എന്ന് പറയുമ്പോൾ ഗൃഹത്തിന് മോടി പിടിപ്പിക്കാനോ, സ്വന്തമായിട്ട് തന്നെ മേക്കപ്പ് ഒക്കെ ചെയ്ത് അണിഞ്ഞൊരുങ്ങി നടക്കുവാനുള്ള ഒരു യോഗം ഈ സമയത്ത് ഉണ്ടാകും. അപ്പൊ ഈ ഓരോ നക്ഷത്രത്തെ എടുത്തു പറയുകയാണെങ്കിൽ രോഹിണി നക്ഷത്രക്കാർക്ക് ജന്മ നക്ഷത്രത്തിൽ കൂടി ശുക്രൻ വരുന്നു എന്നൊരു മാറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ തൊടുന്നതൊക്കെയും 27 8 ഇടയ്ക്കുള്ള സമയം പൊന്നായി മാറുന്നതാണ്. പക്ഷേ തൊടുന്നതൊക്കെ പൊന്നായി മാറുമ്പോൾ അഹങ്കാരം മുളപൊട്ടാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം.
ഇനി കാർത്തിക നക്ഷത്രത്തിനാണെങ്കിൽ കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുകയും അമ്മ വഴി ബന്ധപ്പെട്ടുള്ള സ്വത്തുക്കൾ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി സ്വത്തുക്കൾ വന്നു ചേരാൻ ഒരു യോഗം കാണുന്നുണ്ട്. ഇനി മകയിര നക്ഷത്രക്കാര് സംസാരം കൊണ്ട് കാര്യം നേടാനായിട്ട് സാധിക്കും. അപ്പോൾ സോഷ്യൽ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെയധികം അവരുടെ സംസാരമാണല്ലോ അവരെ മറ്റുള്ളവരിലേക്ക് ആകർഷണത്വം കൊടുക്കുന്നത്. ആ ഒരു വഴി അവർക്ക് വൈറലാവാനൊക്കെ സാധിക്കുന്ന സമയമാണ്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം വെള്ള വസ്ത്രം ധരിച്ച് വെള്ള വസ്ത്രം ധരിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുന്നതും ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതൊക്കെ ഉത്തമമാണ്. കൂടാതെ പശുവിന് പച്ച പുല്ല് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ശർക്കര കൊടുക്കുന്നത്, ഗോസേവ, ഒറ്റ വാക്കിൽ പറഞ്ഞ ഗോസേവ ചെയ്യുന്നത് വഴി ശുക്രന്റെ പ്രീതി കൂടുതലായി നിങ്ങളിലേക്ക് വന്നു ചേരും. അതേപോലെ പങ്കാളിക്ക് സർപ്രൈസ് ഒക്കെ കൊടുക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ അതിനും നല്ല സമയമാണ്. ഒരു റോസ പൂവായാലും മതി, ഒരുപാട് വില കൂടിയതൊന്നും വേണ്ട. അതുവഴി കൂടുതൽ സ്നേഹം വീണ്ടും നിങ്ങളിലേക്ക് വന്നെത്തുന്നതിനൊക്കെ ശുക്രന്റെ ഒരു പ്രീതി ഉണ്ടാകുന്നതാണ്. കൂടാതെ ഓം ദ്രാം ധ്രീം ധ്രൗം സ ശുക്രായ നമഃ, ഇത് ശുക്രപ്രീതികരമായ മന്ത്രമാണ്. അപ്പോൾ രാവിലെ ഒരു 108 തവണ ഇത് ചൊല്ലുകയാണെങ്കിലും ഏറ്റവും ഉത്തമമായ ഫലങ്ങളെ പ്രദാനം ചെയ്യും. അപ്പോൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞല്ലോ, ഇത് ചെയ്യാൻ പാടില്ലാത്തതായ കാര്യം കൂടി ഒന്ന് പറഞ്ഞു തരാം. അഹങ്കാരം കാണിച്ച് ആരെയും താഴ്ത്തി കെട്ടാനായിട്ട് ശ്രമിക്കരുത്. ഞാൻ വലിയവൻ, നീ ചെറിയവൻ എന്ന രീതിയിലുള്ള സംസാരങ്ങളിലേക്ക് പോകരുത്. കാരണം ശുക്രൻ കോപിച്ചു കഴിഞ്ഞാൽ സൗന്ദര്യം വരെ നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് ശുക്രനെ കോപത്തിലേക്ക് എത്തിക്കാൻ നമ്മളായിട്ട് വഴിയൊരുക്കരുത്. അമിതമായിട്ട് മധുരം, എണ്ണ പലഹാരങ്ങളൊക്കെ കഴിച്ച് ഈ ഒരു സമയത്ത് അസുഖങ്ങൾ വരുത്തി വയ്ക്കാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ രോഹിണി നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാലും കുടുംബ കലഹം ഉണ്ടാകുന്ന രീതിയിലോട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് സ്ത്രീ പുരുഷ പ്രശ്നങ്ങളിലേക്കോ ഒന്നും പോകാതിരിക്കാനായിട്ടും ഈ ഒരു സമയം ശ്രദ്ധിക്കേണ്ടതാണ്. പുണർദം, പൂയം, ആയില്യം കർക്കിടക രാശിക്കാർക്ക് എന്തുകൊണ്ടാണ് ഈ ഭാഗ്യം നിങ്ങൾക്ക് വരുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ 11ാം ഭാവം, അതായത് ലാഭസ്ഥാനത്താണ്, ആഗ്രഹ പൂർത്തീകരണ സ്ഥാനമാണ്. അപ്പോൾ അവിടേക്കാണ് ശുക്രൻ വരുന്നത്. 11ൽ പാപഗ്രഹം അല്ലാതെ ശുഭഗ്രഹം വന്നാൽ സർവാഭീഷ്ട സിദ്ധി, സർവ അഭീഷ്ടങ്ങളും മനസ്സിന്റെ ആഗ്രഹങ്ങളും സിദ്ധിക്കും എന്ന ഒരു പ്രമാണം കൂടിയുണ്ട്. അപ്പോൾ വരുന്ന മാറ്റങ്ങൾ, വർഷങ്ങളായി നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹങ്ങളൊക്കെ പൂവണിയും. അത് വീടാകാം, വാഹനമാകാം, അല്ലെങ്കിൽ വിവാഹമാകാം, അല്ലെങ്കിൽ ഒരുപാട് നാളായി പറയാതിരുന്ന പ്രണയവും ആകാം. ഇതൊക്കെ ഒരു 11 ദിവസ കാലയളവിൽ നിങ്ങൾക്ക് സഫലമായി വരുന്നതായിരിക്കും. മൂത്ത സഹോദരൻ അല്ലെങ്കിൽ സുഹൃത്ത്, ഭാര്യ വഴിയോ അതല്ലെങ്കിൽ പല മാർഗേന ധനം കൈ വന്നു ചേരാനും കിട്ടാക്കടം തിരികെ ലഭിക്കുവാനുമുള്ള ഭാഗ്യം ഈ ഒരു സമയം ഉണ്ടാകും. നിങ്ങളുടെ പേര് നാലാൾ അറിയുന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റമൊക്കെ വന്നു ചേരും. എന്തെല്ലാം ചെയ്തിട്ടും ആരും അങ്ങോട്ട് അറിയുന്നില്ല, പ്രശസ്തിയാവുന്നില്ല, യൂട്യൂബ് ചാനലുണ്ട്, ആരും അറിയുന്നില്ല, സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല എന്നൊക്കെ വിഷമിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു സമയങ്ങൾ 27-നും 8-നും ഇടയിലുള്ള സമയം നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രശസ്തരായ, നിങ്ങളെ 10 പേര് അറിയുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുന്നതാണ്. ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് ജീവിത പങ്കാളിയായി മാറാൻ, അതായത് പ്രണയമൊക്കെ നിങ്ങളിലേക്ക് ഒരു സുഹൃത്ത് വന്ന്, അതായത് നിങ്ങൾ ചിലപ്പോൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ടാകും, ആ വ്യക്തി നിങ്ങളോട് ഇഷ്ടം പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാകും. പക്ഷെ അപ്രതീക്ഷിതമായി ഈ 27-നും 8-നും ഇടയിലുള്ള സമയം ആ വ്യക്തി നിങ്ങളോട് പ്രണയം വന്ന് പറയാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ പൂയ നക്ഷത്രക്കാരുടെ കാര്യം എടുത്തു പറഞ്ഞാൽ, ശനിയുടെ നക്ഷത്രത്തിൽ ശുക്രൻ വരുന്നത് കഠിനാധ്വാനത്തിന് ഫലം കിട്ടുന്ന സമയമാണ്. അപ്പോൾ പ്രൊമോഷനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ആയില്യ നക്ഷത്രക്കാര് ലോട്ടറി ഭാഗ്യമൊക്കെ കാണുന്ന സമയം കൂടിയാണ്. അപ്പോൾ പുണർന്ന നക്ഷത്രത്തിനാണെങ്കിൽ വ്യാഴത്തിന്റെ അംശം, അപ്പോൾ ഗുരുജന അനുഗ്രഹമൊക്കെ ഉണ്ടാകുന്ന, ഗുരുക്കന്മാരുടെ അനുഗ്രഹവും പ്രീതിയും ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. മനസ്സിൽ ആഗ്രഹിച്ച കാര്യം ഒരു വെള്ള കടലാസിൽ എഴുതി ദേവി പൂജാമുറിയിൽ ദേവി ചിത്രം ഉണ്ടാകുമല്ലോ, അതിന് മുന്നിൽ വെച്ചൊന്ന് പ്രാർത്ഥിക്കുക. 27-നും 8-നും ഇടയ്ക്കുള്ള, മെയ് 8-നും ഇടയിലുള്ള ആ ഒരു സമയം ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചിടയ്ക്ക് കുശലം പറയാനൊക്കെ ശ്രമിക്കുക. അത് വീണ്ടും നിങ്ങളുടെ സുഹൃത്ത് ബന്ധം കൂടുതൽ ദൃഢമാകുന്നതിന് സഹായിക്കുന്നതാണ്. അമ്മ, ചേച്ചി, ഭാര്യ തുടങ്ങിയ ആളുകൾക്ക്, അതായത് നിങ്ങളുമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ത്രീജനങ്ങൾക്ക് പുറത്തൊക്കെ കൊണ്ടുപോവുകയും അവർക്ക് മധുരമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതും ശുക്രപ്രീതി കൂടുതലായി നിങ്ങളിലേക്ക് വന്നു ചേരാനായിട്ട് സഹായിക്കും. ഇനി കടം കൊടുക്കുകയോ വാങ്ങുകയോ ഈ ഒരു പരിധിക്കുള്ളിൽ 27-ാം തീയതിക്കും മെയ് 8-നും ഇടയിലുള്ള സമയം കടം കൊടുക്കൽ വാങ്ങൽ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അതായത് പണ ഇടപാടുകൾ വഴി ചില ബുദ്ധിമുട്ടുകൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട്, അതുകൊണ്ട് മുൻകൂട്ടി പറയുന്നതാണ്. അപ്പോൾ അലസരായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കരുത്. ശുക്രൻ പ്രയത്നം ചെയ്യുന്നവരുടെ കൂടെ നിൽക്കുന്ന ഗ്രഹമാണ്. അതായത് ആര് പ്രയത്നം ചെയ്യുന്നോ അവനെയായിരിക്കും ശുക്രൻ കൂടുതൽ ഉയർത്തുന്നത്. വെറുതെ അലസനായി ഇരിക്കുന്നവന് ഒരു രീതിയിലുള്ള മാറ്റവും ജീവിതത്തിൽ ശുക്രൻ പ്രദാനം ചെയ്യില്ല. ശുക്രൻ വിചാരിക്കും അവൻ അവിടെ തന്നെ ഇരിക്കട്ടെ, അവന് അലസനാണ്. അലസന്റെ ശരീരം എന്ന് പറഞ്ഞാൽ
പിശാചിന്റെ പണിശാല എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി അലസത വെടിഞ്ഞ് ഇരിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക, ബാക്കിയെല്ലാം ശുക്രഭഗവാൻ നോക്കിക്കോളും. ഉത്രാടം, തിരുവോണം, അവിട്ടം മകരം രാശിക്കാർക്ക് 5ാം ഭാവമായ പൂർവ്വ പുണ്യ സ്ഥാനത്താണ്. ബുദ്ധി സ്ഥാനമാണ്, പ്രണയസ്ഥാനം, അതേപോലെ സന്താന സ്ഥാനം, അവിടേക്കാണ് ശുക്രൻ വരുന്നത്. അപ്പോൾ പൂർവ്വ ജന്മ പുണ്യം കൊണ്ട് കിട്ടുന്ന ഭാഗ്യം എന്ന് തന്നെ നമുക്കിവിടെ പറയാവുന്നതാണ്. പ്രണയമൊക്കെ മുട്ടിടുന്ന സമയമായിരിക്കും. പ്രണയിച്ച് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട്ടുകാർ തടസ്സമായിട്ട് നിൽക്കുന്നെങ്കിൽ പോലും തടസ്സങ്ങളൊക്കെ മാറും. ഇവിടെ ശുക്രൻ അനുകൂലമാകുമ്പോൾ നിങ്ങളുടെ പോസിറ്റിവിറ്റി മറ്റുള്ളവർ കാണാൻ സാധിക്കും. അതുവഴി നിങ്ങളുടെ ബന്ധങ്ങൾ വീണ്ടും ദൃഢമാകുന്നതാണ്. അതേപോലെ സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് സന്താന യോഗ ഭാഗ്യമൊക്കെ തെളിയുന്ന സമയമാണ്. ഡാൻസ്, കല പ്രവർത്തനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും വളരെയധികം ശോഭിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. ബുദ്ധിപൂർവ്വം പ്രയത്നിച്ചാൽ ഈ ഒരു സമയം വളരെയധികം നേട്ടമൊക്കെ വന്നു ചേരും. പക്ഷെ ആർത്തി പാടില്ല. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഗൃഹത്തിൽ കുട്ടികളുണ്ടെങ്കിൽ അവരുമായിട്ട് ക്ഷേത്ര ദർശനമൊക്കെ നടത്തുകയും ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയിട്ട് തിരികെ വരുമ്പോൾ അവർക്ക് അല്പം മധുരമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ശുക്രപ്രീതി നിങ്ങളിലേക്ക് കൂടുതൽ എത്തുന്നതിന് ഇതും വഴിയൊരുക്കുന്നതാണ്. അതേപോലെ പാട്ട്, ഡാൻസ് ഒക്കെ കലാപരമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കും വളരെയധികം ശോഭിക്കാനൊക്കെ കഴിയുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ, ചില ആളുകളുണ്ട് കലാപ്രവർത്തനം നടത്തുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നവർ. അവര് എഴുതിയൊക്കെ ചെയ്തിട്ട് ഒളിപ്പിച്ചങ്ങ് വെക്കും. അവരുടെ കല ലോകത്തിലേക്ക് എത്തുന്നില്ല. 10 പേര് അറിഞ്ഞാലല്ലേ ഇവൻ കലാകാരനാണ്, കലാകാരിയാണെന്ന് സമൂഹത്തിലേക്ക് അറിയുകയുള്ളൂ, അല്ലെങ്കിൽ പ്രശസ്തിയിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കലാപരമായ കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് കാണിക്കേണ്ട സമയം കൂടിയാണ്. ഒളിച്ചു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇരുന്നു പോവുകയുള്ളൂ. വിഷ്ണു ക്ഷേത്രത്തിൽ ഒരു താമരമാല സമർപ്പിക്കാൻ കഴിയുന്നത് നല്ലതായിരിക്കും. വളരെയധികം ഒരു മാറ്റമൊക്കെ ഈ ഒരു സമയം വന്നു ചേരുന്നതാണ്. വിദ്യാർത്ഥികൾ വെള്ളിയാഴ്ച ദിവസം പുസ്തകത്തിൽ ഒരു മയിൽപ്പീൽ സൂക്ഷിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ എപ്പോഴും അതെടുത്ത് നോക്കാനൊന്നും നിൽക്കണ്ട. പുസ്തകത്തിൽ ഒരു മയിൽപ്പീൽ സൂക്ഷിച്ചു വെക്കുക. അത് വലിയൊരു നേട്ടവും ഭാഗ്യവും ഒക്കെ ഈ കൊണ്ടുവരും. അപ്പോൾ 27-ന് 8-ന് ഇടയിലുള്ള സമയമാണ് ഇത് ചെയ്യാനായിട്ട്. പിന്നെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ പണയം വെക്കുന്നതായ കാര്യങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയം ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അത് പിന്നീട് ഭാഗ്യം നിങ്ങളിൽ നിന്ന് ചോർന്നു പോകാതിരിക്കുന്നതിനും സഹായകമാകുന്നതാണ്. അപ്പോൾ ഈ ഏപ്രിൽ 27 രാത്രി 9 മണി കഴിഞ്ഞ് 8 മിനിറ്റോട് കൂടിയാണ് ശുക്രൻ രോഹിണി നക്ഷത്രത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു എഴുതപ്പെട്ടതായ ഭാഗ്യ യോഗ സമയം തന്നെയാണ് സംഭവിക്കുന്നത്. ആഗ്രഹ പൂർത്തീകരണത്തിന്റെയും ഭാഗ്യത്തിന്റെയും ഒക്കെ സമയമാണ്. എല്ലാ രാശിക്കാർക്കും മാറ്റം വരും. ഒരു ഗ്രഹം രാശി മാറുമ്പോൾ അത് എന്റെ ഭാഗ്യം എല്ലാ എല്ലാ രാശിക്കാർക്കും വന്നു ചേരും. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, എല്ലാ രാശിക്കാർക്കും വരുമ്പോഴും പ്രാധാന്യം കൂടുതലായിട്ട് ചില രാശിക്കാർക്കായിരിക്കും. ഇവിടെ അതേപോലെ തന്നെ 3 രാശിക്കാർക്കാണ് പ്രാധാന്യം കൂടുതലായിട്ട് വന്നു ചേരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു 11 ദിവസങ്ങൾ ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് പ്രവർത്തിച്ചാൽ ജീവിതം തന്നെ മാറുന്നതാണ്. വളരെയധികം പ്രാർത്ഥന മുടക്കാതെ മുന്നോട്ട് പോയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം നേട്ടങ്ങൾ ഈ ചുരുങ്ങിയ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി.